നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വിദേശ യാത്രക്കാർക്ക് ആശ്വാസ തീരുമാനവുമായി സിവിൽ ഏവിയേഷൻ മന്ത്രാലയം രംഗത്തെത്തിയിരിക്കുകയാണ്. അന്താരാഷ്ട്ര വിമാന സർവീസുകൾ ഉടൻ തന്നെ പൂർവ്വസ്ഥിതിയിലാകുമെന്ന് സിവിൽ ഏവിയേഷൻ സെക്രട്ടറി രാജീവ് ബൻസാൽ അറിയിച്ചു. നിലവിൽ നവംബർ 30 വരെയാണ് അന്താരാഷ്ട്ര വിമാന സർവീസുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. DGCAയുടെ പ്രത്യേക അനുമതിയും കാർഗോ സർവീസും നടത്തുന്ന വിമാനങ്ങൾ ഒഴികെ മറ്റെല്ലാ അന്താരാഷ്ട്ര വിമാന സർവീസുകൾക്കും വിലക്ക് ഇപ്പോഴും തുടരുക തന്നെയാണ് ചെയ്യുന്നത്. കൊറോണയുടെ പശ്ചാത്തലത്തിലാണ് വിലക്ക് ആരംഭിച്ചത്. രാജ്യവ്യാപക ലോക്ക്ഡൌൺ ഏർപ്പെടുത്തിയതിന് പിന്നാലെ ഇതുവരെ വിമാന സർവീസുകൾ പഴയപടി ആയിട്ടില്ല. അതിനാൽ തന്നെ വിലക്ക് മാറ്റുന്നതോടെ അന്താരാഷ്ട്ര യാത്രക്കാരുടെ ഏറെ നാളായുള്ള കാത്തിരിപ്പിനാണ് വിരാമമാകുന്നത്. കൂടാതെ എയർ ഇന്ത്യ വിമാന കമ്പനി ടാറ്റ ഗ്രൂപ്പിന് കൈമാറുന്ന നടപടികൾ ഡിസംബർ അവസാനത്തോടെ തന്നെ പൂർത്തിയാകുമെന്നും രാജീവ് ബൻസാൽ ഇതുവഴി അറിയിക്കുകയുണ്ടായി. 18,000 കോടി രൂപയ്ക്കാണ് ടാറ്റ ഗ്രൂപ്പിന് എയർ ഇന്ത്യ കൈമാറാൻ ഇരിക്കുന്നത്. അതേസമയം UAEയുടെ 50ാമത് ദേശീയ ദിനത്തിന്റെ ഭാഗമായി വിമാന ടിക്കറ്റുകൾക്ക് 50% ഇളവ് പ്രഖ്യാപിച്ച് വിസ് എയർ അബുദാബി എത്തിയിരിക്കുകയാണ്. കൂടാതെ 50 പേർക്ക് സൗജന്യ മടക്കയാത്രാ ടിക്കറ്റ് നൽകുന്ന ഫോട്ടോ മത്സരവും വിസ് എയർ ഒരുക്കിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയ വഴി നടത്തുന്ന മത്സരത്തിൽ പങ്കെടുക്കാൻ UAEയുടെ പ്രമുഖ ലാൻഡ്മാർക്കിന്റെ ഫോട്ടോ എടുത്ത് #UAE50 with വിസ് എന്ന ഹാഷ്ടാഗ് നൽകി പോസ്റ്റ് ചെയ്യേണ്ടതാണ്. വിസ് എയർ എന്ന് ടാഗ് ചെയ്യുകയും വേണം. തെരഞ്ഞെടുക്കപ്പെടുന്ന മികച്ച ഫോട്ടോകൾ വിസ് എയറിന്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. വിമാന കമ്പനി സർവീസ് നടത്തുന്ന ഏത് സെക്ടറിലേക്കും 2022 മാർച്ച് 26 വരെ യാത്ര ചെയ്യാവുന്ന ടിക്കറ്റാണ് സൗജന്യമായി ലഭിക്കുക. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.